നിക് കോക്സ് യുണൈറ്റഡിൻ്റെ അക്കാഡമിയുടെ ഹെഡായിട്ട് 2019 വരുന്നത്. അപ്പോൾ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ അക്കാഡമിയിൽ യുണൈറ്റഡ് ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒത്തിരി ടാലൻസ് അക്കാഡമിയിൽ വരുന്നുണ്ട്. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സീസണിൽ യുണൈറ്റഡിൻ്റെ അണ്ടർ-18 ടീം ട്രബിളൊക്കെ ജയിച്ചു, ഡൊമസ്റ്റിക് ട്രബിളൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും നല്ലൊരു ഡയറക്ഷനിലാണ് യുണൈറ്റഡിൻ്റെ അക്കാഡമി ഇപ്പം പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജേസൺ വിൽകോക്സ്, ഡാൻ ആഷ്വർത്ത് ഒക്കെ കുറേ കൂടെ ആ ഒരു യങ്ങർ ടാലൻസിനെ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അവിടെ ഒരു നല്ല ഫുട്ബോളിങ് കൾച്ചർ കൊണ്ടുവരാനും ഒക്കെ എപ്പോഴും ഡാൻ ആഷ്വർത്തിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജേസൺ വിൽകോക്സ് മാൻ സിറ്റിയുടെ അക്കാഡമിയിലൊക്കെ കോച്ചായിട്ടും അല്ലാതെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമി വെച്ചടി മുകളിലോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ആർസനലിൻ്റെ അക്കാഡമിയിലെ ഏറ്റവും വലിയ ടാലൻ്റ് എന്ന് പറയുന്നത് ചിഡോ ഒബി മാർട്ടിൻ എന്ന് പറയുന്ന 16 വയസ്സുള്ള സ്ട്രൈക്കറാണ്. അപ്പോൾ ആ ഒരു സ്ട്രൈക്കറിൻ്റെ ആർസനലിലെ ആ ഒരു ജുവനൈൽ സ്കോളർഷിപ്പ് അത് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയർ പല ക്ലബ്ബുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച യുണൈറ്റഡിൻ്റെ കാരിങ്ടൺ ട്രെയിനിങ് സെൻ്ററൊക്കെ പുള്ളി വിസിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു നെഗോസിയേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് എന്താണെന്ന് പുള്ളിയെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ. അപ്പം അങ്ങനെ കൺവിൻസ് ചെയ്ത് ഈ ഒരു ഇത്രയും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലെ ഈ ഒരു പ്ലെയറിൻ്റെ റെക്കോർഡ് നോക്കിയോ, കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് 18 മത്സരങ്ങളിൽ 32 ഗോളും 3 അസിസ്റ്റും ഒക്കെയാണ് ഈ പ്ലെയർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അണ്ടർ-18 അണ്ടർ-16 ലെവലിലുള്ള റെക്കോർഡുകളൊക്കെ അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലെയർ. ശരിക്കും കഴിഞ്ഞ സീസണിൽ ലിവർപൂളിനെതിരെ ആർസനലിൽ കളിച്ച ഒരു മത്സരത്തിൽ ഈ ഒരു പ്ലെയർ 10 ഗോളാണ് അടിച്ച് കൂട്ടിയത്. പിന്നെ നോർവിച്ചിനെതിരെ 64 മിനിറ്റിനുള്ളിൽ 7 ഗോൾ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഗോൾ സ്കോറിംഗ് ഫോമിൽ നിൽക്കുന്ന ഭയങ്കര ഒരു ഫിനോമിനൻ എന്നുള്ള രീതിയിൽ എല്ലാവരും കാണുന്ന ഒരു സ്ട്രൈക്കറാണ് ഈ ഒരു ഡാനിഷ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ യൂത്ത് ലെവലിൽ ഡാനിഷ് അല്ലെങ്കിൽ ഡെൻമാർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ചിഡോ ഒബി മാർട്ടിൻ. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ കൂടുതലും സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ്, നമ്മുടെ തന്നെ ഹോയിലൻഡ് അങ്ങനത്തെ പ്ലെയേഴ്സുമായിട്ടാണ് പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് എന്നുള്ള തരത്തിലുള്ള ഫോർവേഡാണ് ഈ ഒരു ചിഡോ ഒബി മാർട്ടിൻ. അപ്പം ഡാനിഷ് ഇൻ്റർനാഷണലാണ് പയ്യെ അവരുടെ ആ ഒരു യൂത്ത് ടീമിൽ നിന്ന് പയ്യെ ഗ്രോ ചെയ്ത് പ്രോബബ്ലി വരും കാലങ്ങളിൽ ഹോയിലൻഡിൻ്റെ ടീംമേറ്റ്, അതുപോലെ തന്നെ ഹോയിലൻഡിന് നാഷണൽ ടീമിൽ ഒരു കോമ്പറ്റീഷൻ ആകാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ഈ ഒരു ചിഡോ ഒബി മാർട്ടിൻ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ ഒരു അണ്ടർ-17 അണ്ടർ-18 കാറ്റഗറിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കളിക്കാരനെ നമ്മൾ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്കൊരു ഫെയിലിയർ ആയിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നത്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ജോൺ മേർട്ടർ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിയാണ് നെഗോസിയേഷനും കാര്യങ്ങളും എല്ലാം ലീഡ് ചെയ്തത്. അത് ആ ഡീൽ കൊണ്ട് കുളവാക്കിയത് ജോൺ മേർട്ടറാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജേസൺ വിൽകോക്സ്, ഡാൻ ആഷ്വർത്ത്, ഒമർ വറാദയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡീല് മിക്കവാറും അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ, ഒരു പ്രൊഫഷണൽ രീതിയിൽ നല്ലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ യുണൈറ്റഡിന് പറ്റും. 16 വയസ്സ് ഈ ഒരു പ്ലെയറിനായിട്ടുള്ളൂ. നവംബറിൽ എന്തോ 17 ആവും. അപ്പം 18 വയസ്സാകുന്നത് വരെ ആ ഒരു സ്കോളർഷിപ്പ് ലെവലിൽ നിന്നുകൊണ്ട് 18 വയസ്സാകുമ്പോഴത്തേനും ആ ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് ഓഫർ ചെയ്യാൻ വേണ്ടിയായിരിക്കും യുണൈറ്റഡ് ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഈ ഒരു പ്ലെയർ ഇനി മുന്നോട്ട് എന്തായിരിക്കും ഡിസിഷൻ എടുക്കാൻ പോകുന്നുള്ളത്. അപ്പം ന്യൂകാസിൽ ബയണൊക്കെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വമ്പൻ ടാലൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ഏതൊരു ടീമും ട്രൈ ചെയ്യും. അപ്പം ബയൺ മ്യൂണിച്ച്, ന്യൂകാസിലും ഒക്കെയാണ് ഇപ്പം പേരുകൾ കേൾക്കുന്നത്. യുണൈറ്റഡായിട്ട് കോമ്പറ്റീഷൻ, ഈ ഒരു പ്ലെയറിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ബയൺ മ്യൂണിച്ച്, ന്യൂകാസിലും ഒക്കെയാണുള്ളത്. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ പ്ലെയർ ഏത് ടീമിലോട്ട് പോകും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരാം. ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു സ്ട്രൈക്കറിനെയും ഒരു ഡിഫൻഡറിനെയും സൈൻ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡറാണ്. അപ്പോൾ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു മാനുവൽ ഉഗാർത്തയ്ക്ക് വേണ്ടിയുള്ള നെഗോസിയേഷൻസ് PSG ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലാണ്. 59 മില്യൺ പൗണ്ട്സ് ആണ് PSG ഉഗാർത്തയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. 51 മില്യൺ പൗണ്ട്സിന് കഴിഞ്ഞ സീസണിൽ അവർ സൈൻ ചെയ്തിട്ട് അവരുടെ ഒരു ഫസ്റ്റ് ടീം അല്ലെങ്കിൽ ലൂയിസ് എൻറിക്കെ ഒന്നും ഒരിക്കലും പുള്ളിയുടെ ഒരു ഫേവറേറ്റ് പ്ലെയർ അല്ല ഈ ഒരു മാനുവൽ ഉഗാർത്തെ. അവർക്ക് വിറ്റ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഇത്രയും കാശ് ചോദിക്കുന്നത് ശരിക്കും നല്ലൊരു കാര്യമല്ല. ഏതായാലും യുണൈറ്റഡ് ആയാലും അത്രയും കാശ് പേ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡീല് കുറച്ചൊരു ഹോൾഡിൽ നിൽക്കുന്നു. യുണൈറ്റഡ് വേറെ പല മിഡ്ഫീൽഡേഴ്സുമായിട്ട് യുണൈറ്റഡ് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈവൻ സുബിമെൻഡിയുമായിട്ടുള്ള റൂമേഴ്സ് കണ്ട്. സുബിമെൻഡിയുമായിട്ടുള്ള റൂമേഴ്സ് ഒന്നും അത്ര എനിക്ക് തോന്നുന്നില്ല. സുബിമെൻഡി ഒന്നും യുണൈറ്റഡ് പോയിട്ട് സൈൻ ചെയ്യും എന്നും തോന്നുന്നില്ല. റിയൽ സോസിഡാഡിൽ നിന്ന് ആ ഒരു പ്ലെയറിനെ പുറത്ത് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പുള്ളി ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ്. 60 മില്യൺ യൂറോസിൻ്റെ എന്തോ ഒരു റിലീസ് ക്ലോസ് പുള്ളിക്ക് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. യുണൈറ്റഡ് കുറേയും കൂടി ഒരു ഡബിൾ പിവറ്റിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ട്രോയർ മോൾഡിലുള്ള കളിക്കാരനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ കൂടുതലും പ്രൊഫൈൽസ് യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്ത്
കാണിക്കുന്ന ആ ഒരു പ്ലെയേഴ്സിൻ്റെയൊക്കെ പ്രൊഫൈൽ നമ്മൾ നോക്കിയാൽ കുറേ കൂടെ ഒരു ഡിസ്ട്രോയർ സോർട്ട് ഓഫ് പ്ലെയറാണ്. ഈ സുബിമെൻഡി ശരിക്കും ഒരു സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന, ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. എനിക്ക് തോന്നുന്നില്ല സുബിമെൻഡി ആ ഒരു സ്പെയിൻ വിട്ട പുള്ളിയുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇങ്ങോട്ട് വെളിയിലോട്ട് വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. സുബിമെൻഡിയുടെ ലിങ്ക്സ് കൂടുതലും ഉഗാർത്തയുടെ പ്രൈസ് PSG കുറയ്ക്കാൻ വേണ്ടിയുള്ള യുണൈറ്റഡിൻ്റെ തന്നെ തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കൂടാതെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സോഫിയാൻ അമ്രാബാത്തിൻ്റെ ഡീലിൽ നിന്ന് യുണൈറ്റഡ് പിന്മാറിയിട്ടുണ്ട്. ആ ഒരു യുണൈറ്റഡിന് 20 മില്യൺ യൂറോസിന് സോഫിയാൻ അമ്രാബാത്തിനെ മേടിക്കാം എന്നുള്ള ആ ഒരു ഡീലിൽ നിന്ന് യുണൈറ്റഡ് പിന്മാറിയിട്ടുണ്ട്. അപ്പം അതിലും കുറച്ച് പ്രൈസിന് എങ്ങനെയും സോഫിയാൻ അമ്രാബാത്തിനെ കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കും. 20 മില്യൺ യൂറോസിൻ്റെ പ്ലെയറൊന്നും അത്രയും സോഫിയാൻ അമ്രാബാത്തിന് വേണ്ടി പൊട്ടിക്കേണ്ട കാര്യമില്ലെന്ന് യുണൈറ്റഡിന് തോന്നിക്കാണും. ഓൾമോസ്റ്റ് ഒരു 10 മില്യൺ യൂറോസിനൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ യുണൈറ്റഡ് സൈൻ ചെയ്തേക്കാം. എന്നാലും ഈ പ്ലെയേഴ്സൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ് മിഡ്ഫീൽഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 പ്ലെയേഴ്സെങ്കിലും പോകണം. അപ്പം മക്ടോമിനെ, കസമീറോ, ക്രിസ്ത്യൻ എറിക്സൺ ഈ 3 പ്ലെയേഴ്സിനെ പുറത്താക്കാനാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത്. മക്ടോമിനയ്ക്ക് വേണ്ടിയുള്ള ഓഫേഴ്സൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചർച്ച ചെയ്തതാണ്. ഫുള്ളാമിൻ്റെ ഓഫർ, കസമീറോയ്ക്ക് സൗദിയിൽ നിന്നുള്ള ഓഫർ. പക്ഷേ ഇതൊന്നും അത്ര ഇൻറ്റൻസ് ആയിട്ടൊന്നും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും പ്ലെയേഴ്സിനെ വിൽക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സൈനിങ്സ് കൂടുതലും മിഡ്ഫീൽഡ് സൈനിങ്സ് നടത്തുന്നത്. അപ്പം കസമീറോ, മക്ടോമിനെ ഈ 2 പ്ലെയേഴ്സിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രസീലിൽ നിന്ന് കുറച്ച് ലിങ്ക്സ് വരുന്നുണ്ട്. ബ്രസീലിൽ നിന്ന് പാൽമേരാസിൻ്റെ മിഡ്ഫീൽഡറായിട്ടുള്ള റിച്ചാർഡ് റിയോസിനെ യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഈ ഒരു സോഫിയാൻ അമ്രാബാത്തിൻ്റെ ഡീലിൽ നിന്ന് യുണൈറ്റഡ് പിന്മാറുന്നു എന്ന് കേട്ടത്. തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു റിച്ചാർഡ് റിയോസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡറായിട്ട് യുണൈറ്റഡ് ലിങ്ക് ചെയ്യുന്നുണ്ട്. 17 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ബിഡ് യുണൈറ്റഡ് മേക്ക് ചെയ്യും പൽമേരാസിൻ്റെ മുന്നിൽ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു റിച്ചാർഡ് റിയോസ് എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും എല്ലാവരും ഈ ഒരു പ്ലെയറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു കഴിഞ്ഞ ആ ഒരു കോപ്പ അമേരിക്ക കഴിഞ്ഞ പിന്നാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ 18 ഡ്രിബിൾസ് സക്സസ്ഫുൾ ഡ്രിബിൾസാണ് ഈ ഒരു പ്ലെയർ നടത്തിയിരിക്കുന്നത്. അത് കോപ്പ അമേരിക്കയിൽ മാത്രമല്ല യൂറോസിലും കൂടെ നോക്കുകയാണെങ്കിൽ രണ്ടിടത്തിലും അത്രയും 18 ഡ്രിബിൾസ് നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്ന ഈ ഒരു യൂറോസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് എന്ന് പറഞ്ഞാൽ 16 അതെനിക്ക് തോന്നുന്നു ജെർമി ഡോക്കു ആണ്, ബെൽജിയത്തിൻ്റെ ജെർമി ഡോക്കു ആണ് 16 ടാക്കിൾസ് എന്തോ നടത്തി 2ാം സ്ഥാനത്തുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഡ്രിബിൾസ് നടത്തിയിട്ടുള്ള പ്ലെയറാണ് ഈ ഒരു റിച്ചാർഡ് റിയോസ് എന്ന് പറയുന്ന പ്ലെയർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലെയർ ശരിക്കും അറ്റാക്കിംഗ് വൈസ് അല്ലെങ്കിൽ വിത്ത് ദ ബോൾ ആണെങ്കിലും അതുപോലെ തന്നെ ബോൾ വിന്നിങ് എബിലിറ്റി ആണെങ്കിലും ഒരേപോലെ പ്രോസ്പർ ആകുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കൊളംബിയൻ ടീമിൻ്റെ ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലെയറാണ്. ഫൈനലിലാണ് 89 മിനിറ്റോളം ഈ ഒരു പ്ലെയർ കളിച്ചു. അപ്പം ഓൾമോസ്റ്റ് ആ ഒരു ഹാമിസ് റോഡ്രിഗസ് കഴിഞ്ഞാൽ പിന്നെ കൊളംബിയയിലെ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ എല്ലാവരും പറയുന്ന ഈ യൂറോസിൽ അല്ലെ കോപ്പ അമേരിക്കയിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് റിച്ചാർഡ് റിയോസ് ആണ്. അപ്പോൾ പാൽമേരാസ് ആണെങ്കിലും ഈ ഒരു പ്ലെയറിനെ അത്ര ഈസിലി വിട്ട് തരത്തില്ല എന്നാണ് കേൾക്കുന്നത്. അവരും കടുംപിടുത്തത്തിലാണ്. 17 മില്യൺ ഒന്നും ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. കുറച്ചുകൂടെയൊക്കെ പ്രൈസോ അല്ലെങ്കിൽ നെഗോസിയേഷൻ വഴി കുറച്ച് ക്ലോസസ് ഒക്കെ ആഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് യുണൈറ്റഡ് ഡീല് പുൾ ഓഫ് ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഒരു ഡാൻ ആഷ്വർത്ത് വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പം കൂടുതലായിട്ട് യുണൈറ്റഡ് ആ ഒരു സൗത്ത് അമേരിക്കൻ ടാലൻസിൻ്റെ പുറകെ കൂടുതലായിട്ട് പോകും. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരിക്കാം ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ ഇപ്പം യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറിന് 20 മില്യൺ യൂറോസിന് മുകളിലെന്തോ ഒരു റിലീസ് ക്ലോസ് ഉണ്ടെന്ന് പറയുന്നത്. എക്സാക്ട് റിലീസ് ക്ലോസ് എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും യുണൈറ്റഡ് നല്ലൊരു പ്രപ്പോസലുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും റിച്ചാർഡ് റിയോസിൻ്റെ ആ ഒരു തല തിരിയും യുണൈറ്റഡിലോട്ട് വരാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പ്രീ സീസൺ മാച്ച് റേഞ്ചേഴ്സിനെതിരെയുള്ള മാച്ചിൽ നമ്മുടെ പല അക്കാഡമി പ്ലെയേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ടോബി കോളിയർ, മാക്സി ഓയഡലെ, അതുപോലെ അമാദ് നന്നായിട്ട് പെർഫോം ചെയ്തു. സാൻജോ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പം അങ്ങനെ ഒത്തിരി പ്ലെയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തു. ലെനി യോറോ ആണെങ്കിലും ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി. അപ്പം പക്ഷേ ഈ ഒരു മാച്ചൊന്നും വെച്ചിട്ട് നമുക്ക് പ്ലെയേഴ്സിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന മാച്ചസ് അല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രീ സീസൺ മാച്ചാണ്, അത്ര ഹൈ ഇൻറ്റൻസിറ്റി മാച്ചൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ലെവൽ കോമ്പറ്റീഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്നും ഈ മാച്ചിനൊന്നും ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ആരുടെയും പെർഫോമൻസിനെ മോശമായിട്ട് കാണുന്നതല്ല. പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യണമെങ്കിൽ പ്രീ സീസണിൻ്റെ അവസാന സമയങ്ങൾ അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ള. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. ബൈ.